ഹലോ ഫ്രണ്ട്സ്, മംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇപ്പോൾ മഴ നിൽക്കാതെ പെയ്യുന്നൊരു സമയമാണല്ലേ. അപ്പോൾ മഴക്കാലത്തെ ക്ലീനിങ്ങും അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ മഴക്കാലത്ത് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മുറ്റത്തെ വഴുക്കൽ. അപ്പോൾ വീട്ടമ്മമാരാവും അധിക സമയവും വീട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ അവർ തെന്നി വീഴാതെയും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. കുട്ടികളാണെങ്കിലും ഒക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. മുറ്റത്തെ വഴുക്കൽ കളയാനുള്ള ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് അടിച്ച് കഴുകിയാൽ നല്ല ക്ലീനായി കിട്ടും. അപ്പോൾ മഴയൊക്കെ പെയ്തതോടുകൂടി ചെടികളുടെയൊക്കെ ഭംഗിയും സൗന്ദര്യമൊക്കെ പോയി. അപ്പോൾ കളറൊന്നും ഇല്ലാതായി. മഴ ഇങ്ങനെ നിൽക്കാതെ പെയ്യല്ലേ. അപ്പോൾ അതോടുകൂടി ചെടിച്ചട്ടിയിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളതൊക്കെ കളയണം, അല്ലെങ്കിൽ ആ ചെടി തന്നെ നഷ്ടപ്പെട്ടു പോവും, ചീഞ്ഞു പോവും അത്. അപ്പോൾ വെണ്ടയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു, വേനൽക്ക് നട്ടതാണ്. ഇപ്പോഴാണ് പൂവൊക്കെ ഇട്ട് വെണ്ടയ്ക്കൊക്കെ ഉണ്ടാവൽ തുടങ്ങിയത്. അപ്പോഴേക്കും മഴ വന്ന് ആകെ കോലം കെട്ട് ഒരു വശമായി. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ നല്ല നീളമുണ്ട് കേട്ടോ. അപ്പോൾ പറിക്കാനൊക്കെ ആയിട്ടുണ്ട്. കാന്താരി മുളകും ഒക്കെ നല്ലോണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് പനിക്കൂർക്കലിൻ്റെ ഇലയാണ്. അപ്പോൾ ഈ ചുമ, ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പനിക്കൂർക്കലിൻ്റെ ഇല നല്ലതാണ്. വായ്പുണ്ണിന് ഏറ്റവും ഉത്തമമായ ഒരു ഔഷധമാണ് പനിക്കൂർക്കലിൻ്റെ ഇല. അത് ഇങ്ങനെ കടിച്ചിട്ട് ഇങ്ങനെ വായിൽ വെച്ച് ഇരുന്നാൽ നല്ല വായ്പുണ്ണ് മാറിക്കിട്ടും. അപ്പോൾ പലതരം മുളകുകളും ഞാൻ നട്ടിട്ടുണ്ട്. അപ്പോൾ മഴയും കാറ്റൊക്കെ ആയിട്ട് പകുതി മുക്കാലും ഒടിഞ്ഞൊക്കെ പോയി നാശമായി. നല്ല കാറ്റും മഴയായിരുന്നു ഇവിടെ. അപ്പോൾ മുറ്റത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് നേരമൊക്കെ നോക്കി നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ അകത്തേക്ക് കയറുന്നതിൻ്റെ മുമ്പേ നമ്മൾ ഈ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. നമ്മൾ മഴക്കാലമായി കഴിഞ്ഞാൽ സിറ്റ് ഔട്ട് ആകെ കാറ്റും മഴയൊക്കെ ആയിട്ട് വൃത്തികേടായിട്ടിരിക്കും എപ്പോഴും. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് കരുതിയാൽ സിറ്റ് ഔട്ട് എപ്പോഴും വൃത്തിയാക്കി ഇടുക. ഒരാൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഉമ്മറത്തേക്കാണല്ലോ വരിക. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. എല്ലാവരും പോയി കഴിഞ്ഞാൽ ചെരുപ്പൊക്കെ നമ്മൾ യഥാസ്ഥാനത്തിലേക്ക് എടുത്ത് വയ്ക്കുക. അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി വയ്ക്കുക. ചെരുപ്പ് വയ്ക്കാനൊരു ഇതുപോലൊരു സ്റ്റാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും അവിടേക്ക് എടുത്ത് വെച്ചോളും. എടുത്ത് വെക്കലൊക്കെ കണക്ക് തന്നെയാവും, നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുക. അത് കഴിഞ്ഞ് ആ പടിയും ഒക്കെ ഒന്ന് വൃത്തിയാക്കി അവിടേക്ക് ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഇടുക. എങ്കിൽ ആരെങ്കിലും വരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വീട് വൃത്തിയായിട്ടിരുന്നോളും. പിന്നെ അകത്തേക്കൊന്നും പെട്ടെന്നൊന്നും ആരും കയറി വരില്ലല്ലോ. അപ്പോൾ കാറ്റും മഴയൊക്കെ ആയതിനാലാണ് ഇങ്ങനെ പിന്നെ അകത്തൊക്കെ ഇങ്ങനെ വൃത്തികേടായിട്ടുള്ളത്. നല്ല കാറ്റായിരുന്നു എന്ന് പറഞ്ഞല്ലോ. പിന്നെ കറിവേപ്പിൻ്റെ ഇലേൻ്റെ മരമൊക്കെ പൊട്ടി വീണായിരുന്നു. അപ്പോൾ അതിന്ന് കുറേ ഇലയൊക്കെ പറിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതൊക്കെ അവിടെ സിറ്റ് ഔട്ടിലൊക്കെ ആകെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുകയാണ്. ഇപ്പോൾ മഴക്കാലത്തുണ്ടാകുന്ന രോഗങ്ങൾ കുറേ ചെറുക്കാൻ നമുക്ക് ഈ വീട് ക്ലീൻ ചെയ്തതോടുകൂടി നമുക്ക് ഒരുവിധ അസുഖങ്ങളൊക്കെ ഒഴിഞ്ഞു പോയിക്കോളും. ഒന്നാമത് വീട്ടിലിങ്ങനെ ഹൈജീനിക്കായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ അസുഖങ്ങൾ വരാനുണ്ടാവുന്ന കാരണം. അപ്പോൾ തുണികൾ, മുഷിഞ്ഞ തുണികൾ കൂട്ടിയിടാതെ അന്നാന്നുള്ള തുണികളൊക്കെ ഡ്രസ്സൊക്കെ തിരുമ്പി ഇടുക. വാഷിംഗ് മെഷീനിലാണ് അലക്കുന്നതെങ്കിൽ കുറച്ച് സമയം നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ജോലികളൊക്കെ കഴിഞ്ഞാൽ ഇത് തോരട്ട് വൃത്തിയായിട്ട് തോരിടാം. അല്ല നമ്മൾ കല്ലിലാണ് അലക്കുന്നതെങ്കിൽ രാവിലെ നമ്മളത് സോപ്പ് പൊടിയിൽ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ നമ്മളെ ജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് അലക്കിയിടാം. അപ്പോൾ അടുക്കള ഇങ്ങനെ വൃത്തികേടാക്കി ഇടാതെ ജോലി കഴിഞ്ഞ ഉടൻ തന്നെ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് നമ്മൾ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം. അപ്പോൾ അടുക്കള പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യുന്നതാണ് നല്ലത്. ഈ മഴക്കാലത്ത് ഈച്ചയും കൊതുകൊക്കെ വന്ന് നിറയും. അല്ലെങ്കിൽ പിന്നെ ഭക്ഷണം ഉണ്ടാക്കി തന്നെ നല്ല അടപ്പുള്ള പാത്രത്തിൽ അടച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഭക്ഷണമൊന്നും ഒരു കാരണവശാലും തുറന്നിടരുത്, അടച്ചു വയ്ക്കുക. അതുപോലെ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി വയ്ക്കുക. തണുത്ത വെള്ളം കുടിക്കരുത്. അങ്ങനെ തണുത്ത വെള്ളം കുടിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജലദോഷം വരാനും ഒക്കെ സാധ്യത ഉണ്ട്. എന്തെങ്കിലും തുളസിയുടെ ഇലയോ പനിക്കൂർക്കലിൻ്റെ ഇലയോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ഔഷധ ഗുണമുള്ള വെള്ളമായിരിക്കും.
പിന്നെ വെജിറ്റബിളൊക്കെ ആണെങ്കിലും നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം പാചകം ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഇതാക്കാം. പിന്നെ വെയിലൊക്കെ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ തലയണകളും ഒക്കെ ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. ബെഡ്ഷീറ്റൊക്കെ 3 ദിവസം കൂടുമ്പോഴെങ്കിലും ഒന്ന് കഴുകിയിടുക. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരുന്നോളും. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടുകൂടി നമ്മുടെ വീടൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കും. പിന്നെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് അതാത് സമയങ്ങളിലൊക്കെ നമ്മൾ എന്തായാലും ക്ലീൻ ആക്കി ഇടുമല്ലോ. പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കഴുകി വെക്കുക. കൂടുതൽ സമയം പാത്രം ഇങ്ങനെ കൂട്ടി വെക്കരുത്. ഇനിയിപ്പോൾ നമുക്ക് പറ്റുന്നില്ല, ഒന്നിച്ചേ കഴുകാൻ കഴിയുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പാചകം കഴിഞ്ഞാൽ ഉടൻ തന്നെ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കുക. അല്ലെങ്കിൽ വെള്ളം പോയതിന് ശേഷം മാത്രം സ്റ്റാൻഡിലേക്ക് വെക്കുക ഒക്കെ ചെയ്താൽ നല്ല ക്ലീനായിട്ട് തന്നെ ഇരുന്നോളും. മഴക്കാലത്ത് ചെറിയ വീടായാലും വലിയ വീടായാലും നമ്മൾ പിന്നെ വൃത്തിയാക്കുന്നതിനനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളുള്ളത്. ചെറിയ വീടാണ് വൃത്തികേടായിട്ട് കിടക്കട്ടെ എന്ന് കരുതി നമ്മൾ അങ്ങനെ അലങ്കോലാക്കി ഇടരുത്. ചെറിയ വീടാണെങ്കിലും നമ്മളത് ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ടിരിക്കും. എല്ലാവർക്കും ഇപ്പോൾ വലിയ വീട് ഉണ്ടായിക്കോണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ചെറിയ വീടാണെങ്കിലും അതിൻ്റെ ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുക. അപ്പോൾ അതവിടെ ഒതുങ്ങിയിരുന്നോളും. പാത്രങ്ങളാണെങ്കിലും അമിതമായിട്ട് വാങ്ങിയിടാതെ ആവശ്യത്തിന് മാത്രമുള്ള പാത്രങ്ങൾ വാങ്ങിക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. പിന്നെ പാത്രം കഴുകുന്ന ഈ ഒരു കൊട്ട നല്ലതാണ്. ഇതുപോലത്തെ ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു കൊട്ടയാണ്. അപ്പോൾ പാത്രം കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ബേസിൻ്റെ അടിയിൽ കൂടെ വെള്ളം പോയിക്കോളും. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ മഴക്കാലത്ത് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സോഫയുടെ മുകളിൽ നമ്മളിങ്ങനെ തുണികൾ ഇട്ട് ഇങ്ങനെ വെക്കരുത്. അത് കൃത്യമായിട്ട് തന്നെ മടക്കി അതാത് ദിവസം തന്നെ മടക്കി വെക്കാൻ നമുക്ക് നേരമില്ലെങ്കിൽ നമ്മുടെ കുട്ടികളോടെങ്കിലും പറയുക. എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റെടുത്ത് ചെയ്യണമെന്നൊന്നുമില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ മക്കളെ ഏൽപ്പിക്കാം. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമുക്കിതുപോലൊരു സാമ്പ്രാണിത്തിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ടിരിക്കും. അതിനിപ്പോൾ സ്പ്രേ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. സാമ്പ്രാണിത്തിരി ആണെങ്കിൽ ഈച്ചയും കൊതുകും അങ്ങനെയുള്ള സംഗതികളൊക്കെ പോയി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.